എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയായ മഹദിയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാ, എന്റെ പ്രിയപ്പെട്ടവരെ, അവരവിടുന്ന് സ്വർഗത്തിൽ നിന്നും പുറത്താക്കാൻ കാരണം എന്താണ്? സുഖലോലപരമായ സ്വർഗമില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ കണ്ണുകളും ഇന്നേ വരെ കാണാത്ത, ഒരു മനുഷ്യന്റെ നയനങ്ങളും ഇന്നേ വരെ കാണാത്ത, ഒരു മനുഷ്യന്റെ ചെവികളും ഇന്നേ വരെ കേൾക്കാത്ത, ഒരു ഹൃദയങ്ങൾ പോലും ഇതുവരെ ചിന്തിക്കാത്ത പടച്ചവന്റെ സുന്ദരമായ സുഖലോലപരമായ സ്വർഗമില്ലേ? ആ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട അബൂനാ ബശർ ആദം നബി അലൈഹിസ്സലാം, നമ്മുടെ പ്രിയമുള്ള ഉമ്മയായ മഹദിയായ ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹയെ എന്തുകൊണ്ടാ അവിടുന്ന് പുറത്താക്കിയത്? അവരെ പുറത്താക്കിയത് എന്തുകൊണ്ടാ? പ്രിയപ്പെട്ടവരെ, ഒരു കൂട്ടുകെട്ട് എന്റെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ചങ്ങാത്തം കൂടാൻ വേണ്ടിയിട്ട് ഒരുത്തൻ അവിടുന്ന് കടന്നു വരികയാണ്. ഒരാത്മമിത്രത്തെ പോലെ ആത്മമിത്രമെന്ന് നടിച്ചുകൊണ്ടൊരു ഒരുത്തൻ അവിടുന്ന് കടന്നു വരികയാണ്. മഹാനായ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ആ ചരിത്രം അവിടുന്ന് പറയുന്നുണ്ടല്ലോ. അല്ലാഹു പറഞ്ഞില്ലേ, വഖുൽനാ യാ اسكن أنت وزوجك الجنة وكلا منها رعدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. അല്ലാഹു പടച്ചതമ്പുരാൻ അവിടുന്ന് ആദം നബിയോട് ഹവ്വാ ബീബിയോടും പറഞ്ഞു, ആദമേ, സ്വർഗ്ഗത്തിലേക്ക് അവിടുന്ന് പ്രവേശിക്കണം. ആദമേ, മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹയോടും പറഞ്ഞു, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക, അവിടെ കുടിക്കുക, അവിടെ നിങ്ങൾ ആഹാരം കഴിക്കുക, എന്ത് വേണമെങ്കിലും സുഖാസ്വാദനങ്ങൾ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ അവിടുന്ന് നടത്താം. എന്നാൽ വലാ നിങ്ങൾ ഈ കാണുന്ന മരത്തിലേക്ക് നിങ്ങൾ അടുക്കുക പോലും ചെയ്യാൻ പാടില്ല. ഈ കാണുന്ന മരത്തിലേക്ക് നിങ്ങൾ അവിടെ നിന്ന് അടുക്കുക പോലും ചെയ്യാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ചവൻ അവിടെ നിന്ന് വിലക്കിയതായ ആ കനിയുണ്ടല്ലോ, ആ കനി അവിടെ നിന്ന് ഭക്ഷിക്കാൻ മഹദിയായ നമ്മുടെ ഉമ്മയായ ബീബി ഹവ്വാ റളിയല്ലാഹു അൻഹയെ അവിടുന്ന് പ്രാപ്തരാക്കിയതാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കൂട്ടുകാരന്റെ മിത്രത്തിന്റെ രൂപത്തിലാ കടന്നു വന്നത്. ശപിക്കപ്പെട്ടവനായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവിടുന്ന് കടന്നു വരികയാ. ഫവസ്വസ ലഹുമ ശൈത്വാനു ലിയുബ്ദിയ ലഹുമാ മാ വരിയ അൻഹുമാ മിൻ സൗആതിഹിമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ശൈത്വാൻ അവരിലേക്കൊന്ന് കടന്നു വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ഹൽ അദുല്ലുകും അലാ ശജറത്തുൽ ഖുൽദി, നിങ്ങൾക്ക് ഞാനൊരു മരത്തിനെ പറ്റി, ഒരു പഴത്തിനെ പറ്റി ഞാൻ അറിയിച്ചു തരട്ടെ. നിങ്ങൾക്ക് ഞാനൊരു സംഗതിയെ പറ്റി അവിടെ നിന്ന് അറിയിച്ചു തരട്ടെ. അത് കഴിച്ചാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് അധികാരം കിട്ടുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾ അവിടെ നിന്ന് മലക്കുകളാകുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ശാശ്വതരായി സുഖലോലപരമായ സ്വർഗത്തിൽ എന്നും അവിടെ നിന്ന് കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഒരിക്കലും അവിടെ നിന്ന് മരണം അവിടെ നിന്ന് പിടിപിടില്ല എന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും മഹദിയായ ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹയുടെയും ചാരത്തേക്ക് കടന്നു വന്നിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഇബ്ലീസ് ലഅനത്തുല്ലാഹി ഇത് പറഞ്ഞിട്ട് അവൻ വെറുതെ പറയുക മാത്രമല്ല ചെയ്തത്. അവൻ എന്റെ പ്രിയപ്പെട്ടവരെ വെറുതെ പറയുക മാത്രമല്ല ചെയ്തത്. വഖാസമഹുമാ ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ. വഖാസമഹുമാ, അവൻ
അവനവിടന്ന് സത്യമിടുകയാണ്, അവനവിടന്ന് സത്യമിടുകയാണ്. നിങ്ങൾക്ക് ഞാനൊരു കൂട്ടുകാരാണ്, ഒരിക്കലും നിങ്ങളോട് ഞാൻ കളവ് പറയുന്നതല്ല. നിങ്ങൾ ഒന്നുകിൽ മലക്കുകളാകുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ശാശ്വതരായിട്ട് ഈ സുഖലോലപരമായ സ്വർഗത്തിൽ അവിടുന്ന് ശേഷിക്കുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് അവസാനം എല്ലാ തന്ത്രങ്ങളും പയറ്റിയിട്ട് അവസാനം അവൻ ചെയ്തു പോയ കുതന്ത്രം എന്തെന്നറിയോ? അവൻ സൗഹൃദം നടിക്കുകയാണ്, അവന് സൗഹൃദം നടിക്കുകയാണ്. അവൻ അവിടെ നിന്ന് സത്യമിടുകയാണ്. സത്യമിട്ട മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മഹദിയായ ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹയോടും പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ ആരെന്നറിയോ? ലമിനൻ നാസിഹീൻ, നിങ്ങളുടെ കൂട്ടുകാരനാ, നിങ്ങളുടെ ഉപദേഷ്ടാവാ, നിങ്ങളെ ഉപദേശിക്കാൻ കടന്നു വരുന്നവനാ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട പിതാവിനെയും നമ്മുടെ മഹദിയായ ഉമ്മയായ ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണക്കാരനായി ഇബ്ലീസ് കടന്നു വന്നത് ഒരു കൂട്ടുകാരന്റെ കോലത്തിലാ, ഒരു ഉപദേശിയുടെ കോലത്തിലാ. ഇതുപോലെയല്ലേ ഇന്നെന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ 15 വയസ്സുള്ള, നമ്മുടെ 16 വയസ്സുള്ള, 17 വയസ്സുള്ള നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ ചാരത്തേക്ക് കൂട്ടുകെട്ടുകൾ കടന്നു വരികയാ. എന്നിട്ട് പറയുന്ന പൊന്നുമോരെ, MDMA ഒന്ന് കഴിച്ചു നോക്കടാ, കഞ്ചാവ് ഒന്ന് കഴിച്ചു നോക്കടാ. എടാ, ഞാൻ നിന്റെ നന്മക്ക് വേണ്ടിയാ പറയുന്നത്, നിന്റെ കൂട്ടുകാരനടാ ഞാൻ, നിന്റെ ചങ്കാനടാ ഞാൻ. ഇതൊന്ന് കഴിച്ചാൽ നിനക്ക് വലിയ ശക്തിയാ, വളരെ വലിയ ഉന്മാദമാ. നമുക്കാരെയും പേടിക്കണ്ടടാ, ആരോടും ഒരു പേടി വേണ്ടടാ. ധൈര്യത്തോടെ ലോകത്തുള്ള ഒന്നിനെയും പേടിക്കാതെ കടന്നു പോകാമടാ. ഇത് പറഞ്ഞുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ശപിക്കപ്പെട്ടവനായ പിശാചിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രിയമുള്ള മക്കളോട് കടന്നു വരുന്നവനാരാ? ഈ ഇബ്ലീസിന്റെ പിൻഗാമിയാ, ഈ ശപിക്കപ്പെട്ടവനായ ഇബ്ലീസിന്റെ പിൻഗാമിയാണ്. അവനെന്ന സ്വർഗത്തിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനെയും പിതാവിനെയും അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് പാടുപെട്ട് അവസാനം അവനവിടെ നിന്ന് തകർത്തതായ, അവനവിടെ നിന്ന് പ്രവർത്തിച്ചതായ തന്ത്രം അവിടെ നിന്ന് കൂട്ടുകൂടലാണ്. അവൻ അവസാനം അവിടെ നിന്ന് പ്രയോഗിച്ച കുതന്ത്രം കൂട്ടുകൂടലാണ്.